നമസ്കാരം. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് രാഷ്ട്രീയ കാര്യസമിതി അംഗവുമായ പത്മജ വേണുഗോപാലിനെ സ്വന്തം പാളയത്തിൽ എത്തിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വലിയ നടുക്കം സമ്മാനിച്ചിരിക്കുകയാണ് ബി. പത്മജ തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിലെ ഇപ്പോഴത്തെയും ഹോട്ട് ടോപ്പിക് എന്ന് നമുക്കറിയാം. എന്തായാലും കേരളത്തിൽ നിന്നും അടുത്തിടെ BJP-യിലേക്ക് എത്തിയത് പത്മജ വേണുഗോപാൽ മാത്രമാണ് എങ്കിൽ ദേശീയ തലത്തിൽ അതല്ല അവസ്ഥ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുൻപ് മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിയായ അശോക് ചവാൻ ഉൾപ്പെടെ പ്രമുഖരായ നിരവധി നേതാക്കളെയാണ് ദേശീയ തലത്തിൽ BJP സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ആഴ്ചക്കിടെ BJP-യിൽ ചേർന്ന നേതാക്കളുടെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കിത് വ്യക്തമായി മനസ്സിലാവും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാന്റെ BJP പ്രവേശനം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ഒരിക്കലും അദ്ദേഹത്തിന്റെ അണികൾ പോലും അങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചതല്ല. അമരീന്ദർ സിംഗ്, ദിഗംബർ കാമത്ത്, SM കൃഷ്ണ, വിജയ് ബഹുഗുണ, N കിരൺ റെഡ്ഡി, ND തിവാരി, ജഗദംബിക പാൽ, പേമ ഖണ്ഡു തുടങ്ങിയവർക്ക് തൊട്ടു പിന്നാലെ BJP-യിലേക്ക് എത്തിയ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്നുള്ള ഒരു ഖ്യാതി കൂടി ഈ അശോക് ചവാന് സ്വന്തമാണ്. മാത്രമല്ല മഹാരാഷ്ട്രയിലെ PCC വർക്കിംഗ് പ്രസിഡന്റായ ബസവരാജ് പാട്ടീലും BJP-യിൽ എത്തിയവരുടെ നിരയിലുണ്ട്. ഗുജറാത്തിൽ നിന്നാവട്ടെ MP ആയ നരൻ റാട്ടോ ഉൾപ്പെടെയുള്ള ആളുകളാണ് BJP പാളയത്തിലേക്ക് എത്തിയത്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച നേതാക്കളായ അരവിന്ദ് ലഡാനി, ചിരാഗ് പാട്ടീൽ, CJ ചാവ്ദ, മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന അർജുൻ മുദ്വാദിയ എന്നിവരും BJP പാളയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി രാജസ്ഥാനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ മുൻ MLA-യും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മഹേന്ദ്രജിത് സിംഗ് മാളവ്യ, ഉത്തർപ്രദേശിലെ PCC വൈസ് പ്രസിഡന്റായ ഉപേന്ദ്ര സിംഗ്, അരുണാചൽ പ്രദേശിലെ മുൻ കേന്ദ്രമന്ത്രി റിനോങ് എറിംഗ്, വാങ്ലിംഗ് ലോഡാവാങ് MLA എന്നിവരും കാവി പാർട്ടിയിലേക്ക് തന്നെ കൂടണങ്ങിയിട്ടുണ്ട്. മധ്യപ്രദേശിലെ പ്രമുഖ നേതാക്കളായ സുമേർ സിംഗും യോഗേന്ദ്ര സിംഗും ജബൽപൂർ മേയർ ജഗത് ബഹാദൂർ സിംഗും കോൺഗ്രസിന്റെ കൈവിട്ടുകൊണ്ടാണ് BJP പാളയത്തിലേക്ക് വന്നത്. ഇനി തമിഴ്നാട്ടിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊന്നും സംഭവിക്കില്ല എന്നുള്ള അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്ന തമിഴ്നാട്ടിലും അങ്ങനെയൊന്നും സംഭവിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും MLA വിജയധരണി BJP പാളയത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഇനി ബീഹാറിലാവട്ടെ MLA-മാരായ മുരാരി പ്രസാദും സിദ്ധാർത്ഥ് സൗരവും ജാർഖണ്ഡിൽ നിന്നുള്ള ഗീത കോഡ MLA-യും കോൺഗ്രസിനോട് വിട പറഞ്ഞ് BJP-യിലേക്ക് തന്നെ എത്തി. ബംഗാളിലെ കോൺഗ്രസിന്റെ വക്താവായിരുന്ന കൗസത് ബാഗ്ജി, മുൻ ബീഹാർ MLA ആയ നിഹർ രഞ്ജൻ മോഹന്ത, ഉത്തരാഖണ്ഡിലെ നേതാക്കളായ അശോക് വർമ്മ, പ്രകാശ് രമോല, സുഭാഷ് വർമ്മ എന്നിവരും പാർട്ടി വിട്ടിട്ടുണ്ട്. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പോലും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത ആഴ്ചയോടുകൂടി മാത്രമേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കുകയുള്ളൂ. ആരൊക്കെ ഈ സമയത്തിനുള്ളിൽ BJP പാളയത്തിലേക്ക് എത്തുമെന്ന് തന്നെ കണ്ടറിയേണ്ടതുണ്ട്. ഇതിൽ കേരളത്തിലേതുൾപ്പെടെ പല പ്രമുഖ നേതാക്കളുടെയും ചുവടുമാറ്റത്തിന് പിന്നിൽ സംസ്ഥാന നേതൃത്വമായിരുന്നില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം തിരക്കഥ രചിച്ചത് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും നേരിട്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.